everyone and welcome to a super brand new episode of Once Upon a Time. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുകൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. അതെ, ഇവിടെ കോമഡി എന്നൊരു വീടുമുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ കോമഡി എന്നുള്ളതാണ് നമ്മുടെ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒഴുകുന്നു, ഇവിടെ ചിരിക്കുന്നു, ചിലരനെ അണകെട്ടി തീർത്ത് വൈദ്യുതി. പക്ഷേ നമ്മുടെ ഈ കോമഡിയെ നമ്മൾ അഴിച്ചങ്ങോട്ട് വിടുകയാണ്. ചിരി അമൂല്യമാണ്, ഹാസ്യം ആനന്ദകരമാണ്, ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. സൂര്യകിരീടം വീണുടഞ്ഞു രാവിലെ തിരുവരങ്ങിൽ, പൂവിപ്പൂവ് പാലപ്പൂവ്, പൂവിനൊരു വണ്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ കോമഡി ഉണ്ട്. കേശവമാവ, നിങ്ങളിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? സൂര്യകിരീടം വീണുടഞ്ഞോ? അല്ല, ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പരിപാടിക്ക് ഒരു മാറ്റം വേണമെന്ന്. ആ സുദിനമാണ് ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എന്തായാലും വൺസ് അപ്പോൺ എ ടൈമിനെ സംബന്ധിച്ച് ഇവിടെ എന്ത് മാറ്റം വന്നാലും എന്ത് വ്യത്യസ്തത വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം രമേശ് ഏട്ടനെയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ശ്രീ രമേശ് പിഷാരനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം രമേശ് ഏട്ടൻ ഓൺ ടു ദി ഫ്ലോർ ഓഫ് വൺസ് അപ്പോൺ എ ടൈം. എല്ലാവർക്കും നമസ്കാരം. 50-ലധികം എപ്പിസോഡുകൾ കടന്ന് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പരിപാടിയിൽ വലിയ മാറ്റങ്ങളാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. അയ്യോ, പിഷാരൻ പോലെ അയ്യോ, എന്റെ വളർച്ചയിൽ പിഷാരൻ കണ്ടുകൂടെ ഇരിക്കണ്ടേ? അയ്യോ, ഞാൻ പോയിട്ടുള്ള മാറ്റമല്ല ഇവിടെ ഉണ്ടാകുന്നത്, പിന്നെ വേറെ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുന്ന് മാറുന്നാലേ നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേശവമാമന് ജോലിയുണ്ട്. കേശവമാമനെ നമ്മൾ സ്വന്തം ആളായിട്ട് എടുത്തു കഴിഞ്ഞു. അവിടെ ചെന്നിരിക്കും. ഇന്നു മുതൽ അങ്ങോട്ട് ഫൺസ് അപ്പോൺ എ ടൈം ഒരു മത്സരമായി മാറുകയാണ്. ഒരു സമയം 2 പേരിവിടെ എത്തും. ഇത്രയും നാൾ നമ്മളവരെ പെർഫോമേഴ്സ് എന്നാണ് വിളിച്ചത്. എന്നാൽ ഇന്ന് അവർ കോമ്പറ്റീറ്റേഴ്സ് ആണ്. 2 പേർക്കും 2.5 മിനിറ്റ് വീതം സ്വിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്ന ആൾ ആരാണോ അവരായിരിക്കും ഓരോ എപ്പിസോഡിലെയും വിജയി. ഓരോ എപ്പിസോഡിലും സർപ്രൈസ് സമ്മാനങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സമയം നോക്കേണ്ടത് കേശവമാമനാണ്. കേട്ടല്ല, തമാശ കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യമാണ്. ആദ്യം കണ്ട അതേ ആവേശത്തോടെ, ആദ്യം കണ്ടതിനേക്കാൾ ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മലയാളികൾ നെഞ്ചിലേറ്റി ലാളിക്കുന്ന, വിജയിപ്പിച്ച ഒരുപാട് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച 100 കോടി ക്ലബ്ബ് എന്ന വാക്ക് മലയാളിക്ക് ആദ്യം പരിചയപ്പെടുത്തിയ ഒരു സംവിധായകനാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത്. ബോളിവുഡിലും നമ്മളുടെ മോളിവുഡിലും ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡയറക്ടർ സിദ്ദിഖ് സാർ. നമസ്കാരം. വലിയ സന്തോഷമാണ്. കാരണം ഇവിടെയുള്ള ഓരോ പ്രതിഭകളും സിദ്ദിഖയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് വലിയ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഞാനിപ്പം സിദ്ദിഖയെക്കുറിച്ച് വരുമ്പോൾ പറഞ്ഞത്, ഈ ന്യൂ ജനറേഷൻ സിനിമകൾ ഇന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു ആദ്യമായിട്ട് കൺവെൻഷണൽ ആയിട്ടുള്ള സിനിമകൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരുപാട് പുതുമയാർന്ന വലിയ ചിരികൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ്. ഇപ്പോഴും ചിരിയിലുള്ള സിദ്ദിഖയുടെ ഒരു അപ്ഡേഷൻ വളരെ വലുതാണ്. ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പം കണ്ടിട്ടുണ്ട് ഇതിൻ്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞു. ചിരിയിലെ ഒരു അപ്ഡേഷന് വേണ്ടി എന്താണ് സിദ്ദിഖ ചെയ്യുന്നത്? എപ്പോഴും ഈ നമ്മളൊക്കെ സ്റ്റേജിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് ഈ മിമിക്രി കലാകാരന്മാരെ തന്നെയാണ്. കാരണം അവരാണ് ഹ്യൂമറിനെ ഇപ്പോൾ സജീവമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഹ്യൂമർ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്നറിയണമെങ്കിൽ ഈ തലമുറയിലെ ഈ മിമിക്രി കലാകാരന്മാരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് മിമിക്രിയിൽ വളരുക മാത്രമല്ല, മിമിക്രിയെയും കൂടെ വളർത്തിയിട്ടുള്ള പ്രതിഭകളാണ്. അതങ്ങനെ പറയുന്നതിന് ഒരു മടിയും നാൾ ഇതുവരെ തോന്നിയിട്ടില്ല അല്ലേ? ഇല്ല, പ്രൗഡാണ് ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള നിലയിൽ. മിമിക്രി ഒരു 40-ലധികം വർഷമായി സജീവമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കോമഡി, അതായത് അനുകരണങ്ങൾ കുറച്ചുകൊണ്ട് സംസാരം കൂട്ടുന്ന രീതിയിലുള്ളൊരു പരിപാടിയായിട്ടാണ് ഈ പരിപാടി നമ്മൾ അവതരിപ്പിച്ചത്. എന്നാൽ ബോളിവുഡിലും പോയിട്ട് സിനിമ സംവിധാനം ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോമഡി ചെയ്യുന്നതും അവിടെ കോമഡി ചെയ്തപ്പോഴും ഉണ്ടായ ഒരു മാറ്റം വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇക്കയ്ക്ക് നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണ് കോമഡിയുടെ കാര്യത്തിൽ. അതായത് നമുക്ക് ഈ പുതിയ കുട്ടികൾ വരെ വരുന്നവർ വരെ ഭയങ്കര ടൈമിങ്ങും അപാര ഹ്യൂമർ സെൻസും ഉള്ളവരാണ് നമ്മുടെ. ഒപ്പം നമുക്ക് ഒരുപാട് നല്ല ഹ്യൂമർ ചെയ്യുന്ന കലാകാരന്മാരും ഒരുപാട് പേരുണ്ട്. ഇടക്കാലത്തെ സിനിമകൾ കാണുമ്പോൾ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന എല്ലാവരും, കരമന സാർ, ഒടുവിലേട്ടൻ, ശങ്കരാടി ചേട്ടൻ, മീന ചേച്ചി, സുകുമാരി ചേച്ചി, ഇങ്ങനെ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന എല്ലാവരും ഇന്നില്ല എന്ന് വിശ്വസിക്കാൻ തന്നെ വലിയ പാടാണ്. രമേശേട്ടാ, സാറിനെ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റി എന്നുള്ള എൻ്റെ ഒരു വലിയ പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്.
സാറിന്റെ ശബ്ദം ഒരുപാട് മിമിക്രി കലാകാരന്മാരെ അനുകരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ലൈവായിട്ട് അടുത്ത് നിന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്കൊരു വലിയ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ മനസ്സിൽ തോന്നിയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഒരു ഷോയില് നമ്മുടെ കേശവമാവൻ എന്റെ ശബ്ദം അവതരിപ്പിക്കുന്നത് ഞാൻ അതെ, നമുക്ക് കേശവമാമനെ ഒന്നുകൂടെ ഒന്ന് വിളിക്കാം. കേശവമാമൻ ഒന്ന് വേദിയിലോട്ട് വരുമോ? ഈ കേശവമാമൻ ഇപ്പം വിളിച്ചു വരുത്തിയത് സിദ്ദിഖ് സാറിന്റെ. സിദ്ദിഖ് സാറിന്റെ ശബ്ദം ഡയാന പറഞ്ഞ പോലെ ഒരുപാട് പേര് അനുകരിച്ചിട്ടുണ്ടെങ്കിലും സിദ്ദിഖ് സാറിന്റെ ശബ്ദം വളരെ പുതുമയാർന്നിട്ട് കാണിച്ച ഒരാളാണ് കേശവമാമൻ. അതൊന്ന് അവതരിപ്പിക്കാമോ? ഇല്ല, അത് ശരിയാവില്ല. ചെയ്തു, കുഴപ്പമില്ല, എനിക്ക് പ്രോബ്ലം ഇല്ല. അല്ല, നമ്മൾ ഒരു തവണ കാണിച്ച് പിന്നെ കാണിക്കുന്നത് ശരിയല്ല. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ വിളിച്ചു വരുത്തി സാറ് വന്നു, ഒരു റിക്വസ്റ്റ് അല്ലേ, ഒന്ന് ചെയ്തൂടെ അത്? അല്ല, ഒരു തവണ കാണിച്ചത് പിന്നെ രണ്ടാമത് കാണിക്കാം. സാറേ, കളിച്ച ഐറ്റം തന്നെ കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതാരാണ്? അല്ല, അത് പണ്ട് അങ്ങനെ പറ്റുമായിരുന്നു. ഇത് വീണ്ടും വീണ്ടും ഇന്റർനെറ്റിൽ കറങ്ങി വരുന്നതാണ്. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതല്ല. അത് ഇപ്പൊ എന്തായാലും ഇതൊന്ന് കാണിക്കും. ഞാനല്ലല്ലോ ഇവിടുത്തെ വിഷയം. സാറ് പറഞ്ഞുകൊണ്ട് ഞാനത് സാറിനോട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാനന്ന് ചെയ്ത് സാറ് പറഞ്ഞ പോലെ തന്നെ സാറിനൊക്കെ ഒരുപാട് പ്രായമായതിനു ശേഷമുള്ളൊരു സൗണ്ടാണ്. നമുക്കിപ്പോൾ ഒരുപാട് പ്രായമായി. അല്ല, ഇപ്പോഴല്ല, കുറേ പൈസ. അയ്യോ, ഞാനും ശ്രീലാലും ചേർന്നിട്ട് കൊച്ചിൻ കലാഭവനിൽ വരുന്ന സമയത്ത് ഞാൻ പ്രസാദ് എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് നല്ല സുവർണ്ണ കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ. ആ സമയത്ത് ഒരുപാട് പ്രോഗ്രാമുകളെല്ലാം ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു പോകുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. അത് പറയുന്നതിന് കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രീലാലിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ശ്രീലാൽ, പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോൾ സിദ്ദിഖൊക്കെ പറഞ്ഞ സമയത്ത് അതെൻ്റെ ഒരു ഡയലോഗ് അടിപൊളിയായിട്ട് കയറി വന്നു. ഉടുക്കുന്ന ക്ലാമറാണ് അന്ന് ഇത് പറയുന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് അക്കാലത്ത് തന്നെ അന്ന് എൻ്റെ ഒരു പാട്ട് വളരെ ഹിറ്റായി മാറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയായിരുന്നു: കട 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 പെണ്ണ സഹറായി പെരുക്കുന്നു നിന്നെ, കട 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 പെണ്ണ സഹറായി പെരുക്കുന്നു നിന്നെ. ഒരു ഐറ്റം കൂടെ പുതിയത് എന്തെങ്കിലും സിദ്ദിഖ് സാറിന് വേണ്ടി കാണിക്കാൻ പറ്റുമോ? പിന്നെ നമ്മൾ ഈ മൊഴിമാറ്റ ശബ്ദങ്ങളുണ്ടല്ലോ, ചില ചിത്രങ്ങളുണ്ട് ചാനലിലൊക്കെ വരാറുള്ളത്. അതിൽ സ്ഥിരമായിട്ട് കമലഹാസന് സൗണ്ട് കൊടുക്കുന്ന ഒരു ടീമുണ്ട്. അത് ഇത്തിരി ചെറിയതായിരിക്കും, ഇത്തിരി വലിഞ്ഞേക്കുന്ന സൗണ്ടാണ്. അപ്പോൾ ആ സൗണ്ട് ഞാൻ ചെയ്യാം. ഡബ്ബിംഗ് സിനിമകളിലെ കമലഹാസന്റെ ശബ്ദം. അച്ഛൻ എന്ത് വേണമെങ്കിലും പറയാൻ, അച്ഛൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ മതി. 78 രൂപക്ക് ഞാൻ അവിടെ ചെന്ന് എനിക്കൊന്നും അച്ഛൻ ഞാൻ പറയണം. എനിക്ക് എറണാകുളം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും. അത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ താങ്ക് യു കേശവ മാമ. അപ്പോൾ സിദ്ദിഖ് സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് സീറ്റിലേക്ക് ഇരിക്കാം. രമേശേട്ടാ തുടങ്ങിയാലോ? ടൈമിന്റെ ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് നിങ്ങൾ ഇന്നു മുതൽ കാണുവാൻ പോകുന്നത്. ഇത്രയും നാളും ഇതൊരു ചിരി വേദിയായിരുന്നു. ഇനി ചിരി മാത്രമല്ല, ഇവിടെ മത്സരത്തിന്റെ ഒരു ആവേശവും നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കും. പെർഫോമൻസിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്ന ഈ വേദിയിലേക്ക് ഞാൻ കണ്ടസ്റ്റൻസിനെ, മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികൾ ഇവരൊക്കെയാണ്. വി ഹാവ് 2 contestants. ഇവർ രണ്ടുപേരും ഒരേ സമയമായിരിക്കും മത്സരിക്കുന്നത്. അവർ രണ്ടുപേർക്കും സമയം, അതായത് ഏകദേശം 2.5 മിനിറ്റോളം സമയം നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഇടവേള റാഫി ആൻഡ് മനീഷ് മണി. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടവേള റാഫിയും പിന്നെ ആമ്പല്ലൂരിൽ നിന്ന് തടി തപ്പി മനീഷും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇന്ന് മത്സരിക്കുവാൻ പോകുന്നത്. രണ്ടുപേർക്കും 2.5 മിനിറ്റ് വീതം 2 പ്രാവശ്യമായിട്ട് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ആദ്യം പെർഫോം ചെയ്യുന്നത് റാഫി ചേട്ടനായിരിക്കും, പിന്നെ മനീഷ്, അഗെയിൻ റാഫി ചേട്ടൻ, പിന്നെ മനീഷ്. പിന്നെ ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഇരുന്നു, അതിൻ്റെ ഒരു ജഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജഡ്ജസ് ആയിരിക്കും. ഇന്ന് മുതൽ രമേശ് ചേട്ടനും സിദ്ദീഖ് സാറും ജഡ്ജസ് ആണ്. ഓക്കെ, അപ്പൊ അവരായിരിക്കും പറയുന്നത്. നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. സോ റൈറ്റ് നൗ സമയം നോക്കുന്നത് കേശവ മാമനായിരിക്കും. നിങ്ങളുടെ 2.5 മിനിറ്റ് റെഡിമണി മുണ്ടക്കയം തുടങ്ങിക്കോളൂ. ഞങ്ങളുടെ നാട്ടില് മറവഞ്ചേരി എന്ന തൊട്ടടുത്തൊരു നാട്ടില്
ലോക പിസ്കനായ ഒരു ചങ്ങായി ഉണ്ട്. അവൻ്റെ പേരെന്നെ പിസ്കൻ രവി എന്നാണ്. നേരത്തെ മിമിക്രിക്കൊക്കെ പോയിരുന്ന ആൾ ഇപ്പോൾ മിമിക്രിക്കിൻ്റെ കൂടെ വരുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ കഷ്ടകാലത്തിന് എന്തായി, ആ പാവപ്പെട്ട പിസ്കന് ലോട്ടറി അടിക്കണ്ടായി. പൊന്നാറ പിശാരേട്ട എന്തൊക്കെ ഉണ്ടായിച്ചല്ലോ. ലോട്ടറി അടിച്ചപ്പോൾ എത്ര അടിച്ചെന്നറിയോ? 3.5 കോടി ഉറുപ്പിയും ഒരു സൂപ്പർ ഇന്നോവ കാറാണ് ലോട്ടറി അടിച്ചത്. അതുകൊണ്ട് തന്നെ മൂപ്പര് 2 ടിക്കറ്റ് അന്ന് നിർത്തിയിരുന്നു. 2 ടിക്കറ്റ് എടുത്തിട്ട് 3.5 കോടി ഉറുപ്പിയും ഇന്നോവ അടിച്ചിട്ട് മൂപ്പര് ഇരുന്ന് പൊരിഞ്ഞ കരച്ചല. എന്നെ കണ്ട പിന്നൊക്കെ കെട്ടിപ്പിടിച്ച് കര എന്നൊക്കെ പറഞ്ഞു പൊരിഞ്ഞ കരച്ചൽ. അപ്പോൾ എന്തായാലും എന്താ സംഭവം എന്താ? 2 ടിക്കറ്റ് എടുത്ത് എനിക്ക് 1 ടിക്കറ്റ് അടിച്ചോളൂ, മറ്റേൻ്റെ 40 ഉറുപ്പിക പോയില്ലേ, ഞാൻ ആകെ ഇടങ്ങറായില്ലേ. അങ്ങനെ നല്ല അടിപൊളി സൂപ്പർ കൊട്ടാരം പോലത്തെ ഒരു വീട് വെച്ചു. പിസ്കൻ ചാനൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കായ് ചിലവാന്ന് വിചാരിച്ച് കായ് ചിലവാണ്ടാച്ചിട്ട് എന്താക്കി, കല്യാണം പോലും കഴിച്ചിട്ടില്ല. സൂപ്പർ വീട് കെട്ടി ആ ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ ഉണ്ടാക്കിയ ആ ഇന്നോവ കാർ വീടിൻ്റെ മുമ്പിൽ കൊടുത്ത് പാർക്ക് ചെയ്ത് തന്നെ ഞങ്ങൾ നാട്ടുകാർ ആരും വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കലില്ല. എൻ്റെ പിസ്കത്തരം കൊണ്ട് ആരിലും കേട്ടപ്പോൾ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോരാ, ചങ്ങാതി വെറുതെ ചങ്ങാതി വെറുതെ പിസ്കത്തരം കാണിക്കാൻ നിൽക്കുകയാണ്, അങ്ങോട്ട് പോകണ്ട. അങ്ങനെ ഒരു ദിവസം കണ്ടിരിക്കണ്, പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. അയ്യോ ഭയങ്കര അട്ടഹാസ കരച്ചിൽ. അപ്പോൾ ആരും തന്നെ മൈൻഡ് ചെയ്തില്ല. പിന്നെ കരച്ചിലിൻ്റെ ടോണ് മാറി ജാതി ടോണ്, അയ്യോ എന്നൊക്കെ പെട്ട്. അപ്പോൾ മനസ്സിലായി എന്തോ ഒരു സീരിയസ് വിഷയം അവിടെ നടക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ സഹതാപത്തിൽ 1-2 ആൾക്കാർ പോയേക്കുമ്പോൾ ആൾ വയറ് പിടിച്ച് നിലത്തിരുന്ന് കരഞ്ഞിട്ട് അയ്യോ കയ്യല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ വയറ് വരയ്ക്കുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ തൊട്ടടുത്ത് ഒരാൾ പറഞ്ഞു, ഒരു കാര്യം നിങ്ങളെ ഇന്നോടെ കാർ ചാവി എന്നാ, വണ്ടിയുടെ ചാവി എന്നേ. വേണ്ട, വണ്ടി എടുക്കണ്ട, പെട്രോൾ ചിലവാകും, ആ വണ്ടിയിൽ കൊണ്ടുപോകല്ലേ, എന്നെ വണ്ടിയിൽ കൊണ്ടുപോകല്ലേ, പെട്രോൾ ആയില്ലല്ലോ, പെട്രോൾ വില കൂടിയ അവസരത്തിൽ വണ്ടി എടുക്കല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതും കരച്ചിൽ. എന്താ വേണ്ട, ഓട്ടോ കൈയടിച്ച ഓട്ടോയെ വലിച്ചു കെട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങനെ പരിശോധിച്ച് പറഞ്ഞു, ഓ അപ്പൻഡിക്സിൻ്റെ വയറുവേന ഒരു രക്ഷയില്ല, ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. ഓപ്പറേഷൻ അല്ലാണ്ട് വേറെന്തെങ്കിലും വഴിയുണ്ടോ, എനിക്ക് കുറെ പൈസ ചിലവാകൂലേ, ഓപ്പറേഷൻ അല്ലാണ്ട് വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഡോക്ടർ 25,000 ഉറുപ്പിക ചിലവാകും, നിങ്ങൾക്ക് 2 മിനിറ്റ് നിങ്ങൾ മരിക്കാൻ പോകും, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്താ. അപ്പോൾ ഈ ബൈസ്റ്റാൻഡർ കൂടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടയാളെ ഈ രവി വിളിച്ചിട്ട് ചോദിക്കുക, എടാ പിന്നെ ഇവിടെ വന്നൊരു കാര്യം ചേട്ടാ, പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ മരണച്ചടങ്ങിനൊക്കെ എത്ര രൂപ ചിലവാണ്, ഏകദേശം എത്ര ചിലവാ വരുന്നത്, ഏകദേശം അതൊരു 6,000-7,000 ഉറുപ്പിൻ്റെ എല്ലാ ചടങ്ങും കഴിഞ്ഞു. എന്നാൽ പിന്നെ ആ വഴിക്ക് ചിന്തിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ടേ, എൻ്റെ കയ്യിൽ കായില്ലേ. നന്നായിരുന്നു. ഇനി മനീഷ് 2 വീട്ടിലുള്ളൊരു ചിരി വേണമെന്ന് പറഞ്ഞാൽ ആ കടമ്പകം കഴിഞ്ഞു, ഞാൻ തുടങ്ങുക. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ്, അമ്മായിയമ്മയാണെന്നാണ് എൻ്റെ വൈഫ് പറയുന്നത്. ആ കഥയെ പിന്നീട് പറയാം. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രൂമറായിരുന്നു. അങ്ങനെ ഗ്രൂം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര നല്ലൊരു നല്ലൊരു പയ്യനായ. ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഞാൻ നന്നായെന്ന് തെളിയിക്കണമല്ലോ, രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് അമ്മയ്ക്ക് ഒരു തേങ്ങ പൊട്ടിച്ചുകൊണ്ട് ഞാൻ നന്നായെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് മയ്യ പൊട്ടിച്ചു. കുറച്ച് നാളികേരം വെള്ളം താഴെ പോയി. അപ്പം അമ്മ ഉടനെ, എടാ മനുഷ്യ നീയൊക്കെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ, ഒരു ഉണക്ക തേങ്ങയുടെ പുളിച്ച തേങ്ങ വെള്ളം താഴെ പോയിന് അമ്മ ഇത്രയും പറഞ്ഞപ്പോൾ അമ്മയുടെ ഇടത് കയ്യിൽ അമ്മ ആഴ്ച പൊട്ടിച്ച 6ാമത്തെ ഗ്ലാസിൻ്റെ 4ാമത്തെ കഷ്ണം ഇരിപ്പുണ്ട്. അതിനൊരു കുഴപ്പമൊന്നുമില്ല. അത് കേട്ടതും പെട്ടെന്ന് ഞാൻ വാക്കത്തി അവിടെ ഇട്ടു. അപ്പം അമ്മ ഉടനെ, എടാ ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് വെക്കാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ വലത് കയ്യിൽ അമ്മ അന്ന് പറിച്ചെടുത്ത 10,000 രൂപയുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ നോബ് എടുത്ത് പൊക്കി പിടിച്ചേക്കുക. എന്നിട്ട് ബട്ടർഫ്ലൈ ഹൗസിനെ വഴക്ക് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയുടെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്ത് അമ്മേനെ സർപ്രൈസ് ചെയ്യിക്കാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്മ കഴുകി വാരി വെച്ച അരി എടുത്തുകൊണ്ട് ഞാൻ മില്ലിൽ പോയിട്ട് മില്ലുകാരനോട് പറഞ്ഞു, പൊടിക്കണം മിസ്റ്റർ. അപ്പോൾ മില്ലുകാരൻ എന്നോട് ചോദിച്ചു, ഞാൻ സ്തബ്ധനായിപ്പോയി, അപ്പത്തിന് പൊടിക്കണോ പുട്ടിന് പൊടിക്കണോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഈഗോ ഹർട്ടായി, എൻ്റെ വീട്ടിൽ അപ്പം ഉണ്ടാക്കണോ പുട്ടുണ്ടാക്കണോ ഞാൻ തീരുമാനിക്കും, താനാണോ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് തിരിച്ചു ചോദിക്കുക, ഇവിടെ ഒരു അരി പൊടിപ്പിക്കുന്നതിൻ്റെ തമ്പുറോള് പുല്ലില്ല എന്നാണോ, താനൊക്കെ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന്. അമ്മയുടെ ആൾ തന്നെ. പക്ഷേ അമ്മയ്ക്ക് ബുദ്ധിയുണ്ടായിരുന്നു. അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പത്തിന് പഠിപ്പിക്കാമെന്ന്. ഈ അപ്പത്തിന് പഠിപ്പിച്ച പൊടിയും കൊണ്ട് ഞാൻ അവിടെ ചെല്ലും, അമ്മ അവിടെ പുട്ടുണ്ടാക്കും, ഉണ്ടുണ്ടാക്കും, അടയുണ്ടാക്കും. ഇതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മേനെ ഒന്നും കൂടെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം കഴുകി വാരിയ ഗോതമ്പ് പൊടി ഗോതമ്പ് എടുത്തുകൊണ്ട് അമ്മയുടെ മുമ്പിൽ പോയി ഞെളിഞ്ഞ് നിന്നിട്ട് ചോദിച്ചു, അപ്പത്തിന് പൊടിക്കണോ പുട്ടിന് പൊടിക്കണോ അതോ ഉണ്ടയ്ക്ക് കുഴക്കണോ എന്ന്. അമ്മ എന്നോട് മീന മേലെപ്പറമ്പിൽ എന്നോട് പറയാം, പോടാ പോയി തൂങ്ങടാന്ന് പറഞ്ഞാൽ തൂങ്ങി ചാകടാന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഭയങ്കര യുദ്ധമായി. ഞാൻ പാകിസ്ഥാനും അമ്മ ഇന്ത്യയായി. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മയുടെ നയതന്ത്ര കരാറിലുണ്ടായ സംഭവമാണ് എൻ്റെ കല്യാണം. അമ്മ പ്രതീക്ഷിച്ചത് അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഇസ്രായേൽ വന്നു കയറിയത് ചൈനയായിരുന്നു. ആ ചൈനയുടെ കഥ ഞാൻ വേറെ എപ്പിസോഡിൽ പറയാം. 4 സീരീസുള്ള വെബ് സീരീസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു, 6 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് അമ്മേൻ്റെ അടുത്തിട്ട് പറഞ്ഞു, മോനെ ഞാൻ വരാം, എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തന്നിരുന്നു.
അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മേനേക്കാൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് സ്റ്റാർ ആവാമെന്ന് പറഞ്ഞ് ഞാൻ വൈഫിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ കയറി ഒരു സംഭവം സെറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബ് എടുത്ത് വൈഫിനെ ചേർത്ത് നിർത്തി യൂട്യൂബിൽ മസാല എന്ന് ഞാനൊന്ന് അടിച്ചു കൊടുത്തുപോയി. എൻ്റെ സെർച്ച് ഹിസ്റ്ററി കണ്ട് അവിടെ കുക്കിംഗ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നടന്നു. ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മ ഗ്രൂം ചെയ്ത് നന്നാക്കിയ മോനെ യൂട്യൂബിൻ്റെ അൽഗോരിതം കൊന്നമ്മേ. That was great, മനീഷ്. ഇനി രാജൻ. അടുത്ത കഥ ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാപ്പുക്കുണ്ട്. കുഞ്ഞാപ്പുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഭയങ്കര കച്ചവടക്കാരൻ. നാടൻ്റെ പുളിങ്ങ അതുപോലെ തന്നെ കൂർക്ക അതുപോലെ തന്നെ മാങ്ങ ഒക്കെ എടുത്തിട്ട് മൂപ്പര് എന്ത് ചെയ്യും, നാട്ടിൽ നിന്ന് മുഴുവൻ നടന്നിട്ടൊക്കെ കളക്ട് ചെയ്തൊക്കെ വിരിച്ചിട്ട് എന്താ മൂപ്പര് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞ ലോക്കൽ ട്രെയിൻ ഉണ്ട് കോയമ്പത്തൂർക്ക്. 5 ഉറുപ്പികത്ത് കോയമ്പത്തൂർ 3 വട്ടം പോയി വരാം. അങ്ങനത്തെ ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ മൂപ്പര് കുഞ്ഞാപ്പൊക്കെ കാത്തുനിന്നിട്ട് എന്താക്കും, നാട്ടിൽ മുഴുവൻ നടന്ന് പുളിങ്ങ എടുത്തിട്ട് മൂപ്പര് എന്ത് ചെയ്യും, ഒരു 10,000-2,500 ഉറുപ്പിക മൂപ്പര് പുളിങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ട് നേരെ ആ ട്രെയിനിന് 2.25 കുറ്റിപ്പുറത്താണ് കയറും നേരെ കോയമ്പത്തൂർക്ക് എതിരെ മൂപ്പര് അങ്ങാട്ടിലൊക്കെ കൊണ്ടാടുന്ന ആൾക്കാർക്ക് തമിഴന്മാർക്കൊക്കെ ഇവിടുത്തെ പുളി ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ടാടുന്നൊക്കെ വിറ്റ് സെറ്റപ്പാക്കി മൂപ്പര് 4:45 വണ്ടിക്ക് തിരിച്ച് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടും പോരും. തിരിച്ചിട്ട് വന്ന പാടന്നെ ഒരാൾ ബൈക്കുന്ന മൂപ്പര് ചങ്ങായി കണ്ട പാട് കുഞ്ഞാപ്പ് ഇവിടുന്ന് വരുന്നത്, ഞാൻ കോയമ്പത്തൂർ കച്ചവടത്തിന് പോയത്. അതെ, എന്താ പാട് കച്ചവടം? കുഴപ്പമില്ല. എന്താ കച്ചവടത്തിന് എങ്ങനെ ലാഭമൊക്കെ ഉണ്ട്? ലാഭം പ്രതീക്ഷിച്ചൊന്നല്ലാന്നേ. മൂപ്പര് 2,500 ഉറുപ്പിക നാട് മുഴുവൻ നടന്ന് പുളിമ കയറി ഒക്കെ അറുത്തുണ്ടാക്കി ആ കായ്ക്കന്നെ അവിടെ കൊണ്ടുപോയി ഉണ്ട്. കോയമ്പത്തൂർ കൊണ്ട് 2,500 വെക്കും. ഇപ്പം എന്തിനാണ് പൊട്ട അങ്ങനെ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടെന്ന് പറയാലോ, വെറുതെ നടക്കണ്ടല്ലോ എന്ന്. അങ്ങനെ തന്നെ ഈ ദിവസം ഒരു ദിവസം കുഞ്ഞാപ്പൊക്കെ തേങ്ങടാൻ വേണ്ടിയിട്ട് എന്താക്കി, മൂപ്പര് എന്താക്കി, മകനെ കയറ്റി. ചെക്കൻ്റെ പേര് ജാബിറിനെ തെങ്ങിൻ്റെ മേലെ നേരെ കയറ്റി. അപ്പോൾ ജാബിർ വളഞ്ഞ തേങ്ങ, അത് മൂപ്പായ തേങ്ങ ഒക്കെ അവിടെ നിർത്തിയിട്ട് ചള്ള് തേങ്ങ, ഇളനീര് പോലത്തെ തേങ്ങ കംപ്ലീറ്റ് കൊത്തിയിറക്കി. അപ്പം എന്താ ഈ കുഞ്ഞാപ്പൊക്കെ തളപ്പിട്ട് കുഞ്ഞാപ്പൊക്കെ വീണ്ടും അതിൻ്റെ മേലേക്ക് ഇടങ്ങറായിട്ട് വലിഞ്ഞ് കയറി. എന്നിട്ട് മൂപ്പര് പറഞ്ഞ്, ഡാ പൊട്ടാ ഇങ്ങോട്ട് നോക്കേ, ഇവിടെ നോക്ക്, ഇതാ എന്നോട് ഇടാൻ പറഞ്ഞിട്ട് കുഞ്ഞാപ്പൊക്കെ ഇറങ്ങിപ്പോന്ന്. എന്നിട്ട് ചെക്കനെ വീണ്ടും കയറ്റി വീണ്ടും ആ വളഞ്ഞ തേങ്ങ വീണ്ടും ഇടിപ്പിക്കുക കുഞ്ഞാപ്പൊക്കെ ചെയ്ത്. അപ്പോൾ അതാണ് കുഞ്ഞാപ്പൊക്കാൻ്റെ ബുദ്ധി അറിഞ്ഞാൽ. മൂപ്പർക്ക് ആരും ചോദിച്ചാൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് മൂപ്പരെ പേര് ഏർപ്പാട് കുഞ്ഞാപ്പ്. ഞങ്ങളുടെ നാട്ടിൽ ഏർപ്പാട് കുഞ്ഞാപ്പ് എന്ന് വെച്ചാൽ കുറ്റിപ്പുറത്ത് ആരാത്തിനും മനുഷ്യരില്ല. എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് സഭ്യതയാണ് പറയുന്നത്. ഈ പ്രാവശ്യം ആഭാസം പറയാമെന്ന് വിചാരിക്കുക. വിരോധ ആഭാസം. എന്തുകൊണ്ട് മാനത്ത് മാറിവില്ല എന്തുകൊണ്ട്? അതിൻ്റെ ന്യൂ ജനറേഷൻ വെർഷനാണ് മുകേഷ് ചേട്ടൻ പറഞ്ഞ ബട്ട് വൈ. ഞാൻ രാവിലെ എഴുന്നേക്കാറില്ല, മുട്ടയിടാറില്ല, പൊരുന്നാറില്ല, എന്നെ ഇറതി പറക്കാറില്ല, പക്ഷേ പീപ്പിൾ കോൾ മീ കോഴി. ബട്ട് വൈ? എല്ലാ ദിവസവും വരാന്തയിൽ കിടക്കുന്ന പത്രം ഞായറാഴ്ച വരുമ്പോൾ മാത്രം വരാന്ത പതിപ്പ് എന്ന് പറയുന്നത്. ബട്ട് വൈ? SSLCക്ക് ശേഷം 2 വർഷം പഠിക്കുന്നവർ +2 എന്ന് പറയുന്നു. ഡിഗ്രിക്ക് ആരും +5 എന്ന് പറയാറില്ല. കല്യാണം കഴിച്ചവൻ ഡിഗ്രി പഠിക്കാൻ പോലും അപ്പോൾ പറയും ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ഓഫ് ശാസ്ത്രം. അവിവാഹത്തിന് മാത്രമാണോ കലയും ശാസ്ത്രവും ഉള്ളത്? കല്യാണം കഴിച്ചവൻ പഠിക്കണമെന്നാണോ, അതോ കല്യാണം കഴിച്ചവൻ പഠിച്ചോളും എന്നാണോ? കാറിൽ കൊണ്ടുപോകുന്ന ചെറിയ സാധനത്തിന് നമ്മൾ ഷിപ്മെൻ്റ് എന്ന് പറയും. ഷിപ്പിൽ കൊണ്ടുപോകുന്ന വലിയ സാധനത്തിന് നമ്മൾ കാർഗോ എന്ന് പറയും. എനിക്കറിയാൻ പാടില്ലാണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ HD ആണ്, TV HD ആണ്, സൗണ്ട് HD ആണ്, ഫോട്ടോ HD ആണ്. പക്ഷേ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നാൽ HD ഇല്ല, LDL. ബട്ട് വൈ? നാവെടുത്താൽ നുണ മാത്രം പറയുന്ന ചിലവന്മാർ ചിലപ്പോൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ പേരാണ് സത്യപ്രതിജ്ഞ. നാവെടുത്താൽ കൗണ്ടർ മാത്രം അടിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് പിഷാരടി എന്നാണ്. ശരിക്കും രമേഷ് കൗണ്ടറടി എന്നല്ലേ? ബട്ട് വൈ? 5 മിനിറ്റ് ഞാനിവിടെ നിന്ന് ഇത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ള തമാശകൾ പറഞ്ഞിട്ട് ഇവരൊട്ടും ചിരിച്ചില്ല. ഈ തമാശ പുള്ളി അവിടെ സിറ്റ് ഡൗൺ ചെയ്ത് പറഞ്ഞ് എല്ലാവരും കക്കക്ക എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ബട്ട് വൈ? വയ്യാ. രണ്ടുപേരും ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അല്ലേ രമേശ് ചേട്ടാ? പുതിയ മാറ്റം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡാണ്. ഡയാന പറഞ്ഞ വാക്ക് തന്നെ തീപ്പൊരി പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞതിനകത്ത് കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. ചില നല്ല ഈ അപ്പത്തിന് പിടിക്കണോ പുട്ടിന് പിടിക്കണോ എന്നുള്ള ചോദ്യം ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള വളരെ ഗംഭീരമായിരുന്നു സിദ്ദീഖ് സാർ. ഇതിനകത്ത് ഈ വൈ എന്ന് ചോദിച്ചതിനകത്ത് ആ കാർഗോയും ഷിപ്മെന്റും നല്ല ഒരു പഞ്ചായിരുന്നു. റാഫിയുടെ പ്ലസ് പോയിന്റ് നിങ്ങളുടെ മലബാർ സ്ലാങ് ആണ്. ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, എന്നാൽ ആ വഴിക്ക് ചിന്തിച്ചോളി എന്നാണ് അല്ലേ? എന്നാൽ എനിക്ക് മരണം മതി എന്നല്ല, ആ വഴിക്ക് ചിന്തിച്ചോളി എന്നാണ്. അതാണ് തമാശയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. രണ്ടുപേർക്കും സമ്മാനങ്ങളുണ്ട്. ഇതിനുള്ള ഒരാൾ വിജയിയാണ്. ആ വിജയി അനൗൺസ് ചെയ്യുന്നത് രമേശ് ചേട്ടനായിരിക്കും. ഒരാൾ പരാജയപ്പെട്ട ആളും ഒരാൾ ജയിച്ച ആളും അല്ല, ഒന്നാമനും രണ്ടാമനുമാണ്. ഇന്ന് ഒന്നാമനായിരിക്കുന്നത് റാഫി കലാഭവനാണ്. രണ്ടാമൻ മനീഷാണ്. രണ്ടുപേരും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു. വളരെ നന്ദി. അപ്പോൾ ഇവർക്ക് RP എന്റർടൈൻമെന്റ്
നൽകുന്ന ക്യാഷ് പ്രൈസ് ആണ് സമ്മാനമായി ലഭിക്കുന്നത്. ഒന്നാമന് നൽകുന്ന ക്യാഷ് പ്രൈസ് ആണിത്. ഇന്ന് നമ്മളുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനായിരിക്കുന്ന സാഹചര്യത്തിൽ സിദ്ദിഖ് സാറിനെ പോലെ ഒരാൾ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ നിസ്വാർത്ഥമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം അതിൽ നിന്ന് യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് ഈ പുതിയ കലാകാരന്മാരെ കാണണമെന്ന് പറഞ്ഞു വന്നത്. പഠന ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ചില കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ആ വലിയ മനസ്സിനു കൂടെ ഈ അവസരത്തിൽ നമ്മളെല്ലാവരും നന്ദി പറയുകയാണ്. ഇന്ന് ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവരികയോ അവരെ കാണിക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടി ആ മൊബൈൽ ഫോണുകൾ സിദ്ദിഖ് സാറിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഗവൺമെൻറ് പാലസ് സ്കൂൾ തൃപ്പൂണിത്തുറയിലെ അധ്യാപകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിന് അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ, താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. താങ്ക് യു. ഇന്ന് മനേഷിൻ്റെയും റാഫിയുടെയും പ്രകടനം കണ്ട് വിലയിരുത്തുന്നതിനിടയിൽ സിദ്ദിഖ് സാർ പറഞ്ഞു സൈക്കിൾ ചവിട്ടാൻ പഠിച്ചാൽ പോരാ, സൈക്കിൾ നിർത്താൻ പഠിക്കണമെന്നുള്ളത്. ഈ ഒരു ചിരിയുടെ സൈക്കിൾ ഇവിടെ നിർത്താനായിട്ടുള്ള സമയമായി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.